ഹലോ ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എപ്പിസോഡ് 3യുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തരണം കേട്ടോ. അപ്പോൾ നമുക്ക് റിവ്യൂയിലോട്ട് പോകാം. അത്യാവശ്യം നല്ലൊരു എപ്പിസോഡായിരുന്നു കേട്ടോ, എപ്പിസോഡ് 3. അപ്പോൾ അതിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. തുടങ്ങുന്നതിൻ്റെ ഒരു അടിയാണ്, ഒരു ഗുഡ് മോർണിംഗ് ഇഷ്യൂ. അത് ആരായിരുന്നു? നമ്മുടെ കോമണർ അനീഷിൻ്റെ വകയുള്ള സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടുള്ള നമ്പറുകളാണ്. അപ്പോൾ പുള്ളി രാവിലെ തന്നെ പറയുന്നത്, എന്നോട് ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഞാൻ റിപ്ലൈ തരില്ല, എന്നോട് സുപ്രഭാതം എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ റിപ്ലൈ തരുള്ളൂ, കാരണം നമ്മൾ മലയാള ഭാഷയ്ക്കാണ് കൂടുതലൊരു ഇത് കൊടുക്കേണ്ടത്, ഇംഗ്ലീഷിനല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്ക് അപ്പുറത്തുള്ളവർക്ക് കുരുപൊട്ടി. ഇത് ഇയാളുടെ നമ്പറാന്ന് മനസ്സിലാക്കി മിണ്ടാതിരിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ കുരുപൊട്ടി, അതെന്താണോ ഗുഡ് മോർണിംഗിന് പ്രശ്നം, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ വിഷയം? അപ്പോൾ ഇയാൾ അതെന്താ നിങ്ങൾക്ക് മലയാള ഭാഷ കൊള്ളത്തില്ലേ? അങ്ങനെ ആരോടോടെ പറഞ്ഞത് മലയാള ഭാഷ കൊള്ളത്തില്ലെന്ന് ആര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ അപ്പാനി ശരത്തും എല്ലാവരും കൂടെ ഇതിൻ്റെ പിറകെ അടി ബഹളം. സത്യം പറഞ്ഞാൽ ഇവർക്ക് എന്താ അറിയില്ല, ഇവരെന്തിനാണ് ഈ അടി കൂടുന്നത് എന്നുള്ളത്. മറ്റാൾ പിന്നെ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അപ്പോൾ ബിഗ് ബോസ് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്തിനാണ് ആക്ച്വലി പാടി കൂടിയത്? എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഒരു കാര്യം ചെയ്യും. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, ഓക്കെ നിങ്ങളൊരു കാര്യം ചെയ്യും, മോർണിംഗ് ടാസ്ക് ആയിട്ട് ഇപ്പം നടന്ന ഈ ഒരു അടി ഉണ്ടല്ലോ, ഇതൊന്ന് നിങ്ങൾ റിക്രിയേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഒരാൾ അനീഷായി, ബാക്കി എല്ലാവരും കൂടെ ഇയാളുടെ പിറകെ നടന്നിട്ടുള്ള ഈ ഗുഡ് മോർണിംഗിനെ കുറിച്ചിട്ടുള്ള അടി. അപ്പോൾ അനീഷ് വീണ്ടും അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഭയങ്കര ഓവറാക്കുന്നുണ്ട്, ഞാൻ ഈ ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഇതൊക്കെ എക്സ്ട്രാ എടുത്തിട്ട്. അപ്പോൾ നമ്മളൊരു സംഭവം റിക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ അടുത്ത് നിന്ന് തന്നെ കുറേ എക്സ്ട്രാ എടുത്തിട്ട് ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അനീഷ് അവിടെ കിടന്ന് ബഹളമായിരുന്നു, ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഓവറാക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവർ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഓക്കെ അപ്പോൾ നിനക്ക് നാണക്കേട് തോന്നുന്നുണ്ടല്ലേ, നീ ഇവിടെ കിടന്ന് കാണിക്കുന്ന ഇതാണ്, ഇത്രയും ഓവറാക്കിയിട്ടാണ് നീ ഇവിടെ കിടന്ന് കാണിക്കുന്നത് അപ്പം പറഞ്ഞിട്ട് വീണ്ടും അടി. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇന്നത്തെ മോർണിംഗ് ടാസ്ക് കാര്യങ്ങൾ നടന്നത് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ പ്രമോല് കാണിച്ചിരുന്നില്ലേ, അനുമോൾ കരയുന്ന ആ ഒരു സംഭവമാണ് ഉണ്ടായത്. അതായത് ഇവിടെ ഷാനവാസ് പോയിട്ട് ഒരു കാര്യമില്ലാണ്ട് അനുമോളെ പോയിട്ട് ഭയങ്കര ചൊറിച്ചിലായിരുന്നു. അനുമോളെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ അനുമോൾ പറഞ്ഞിരുന്നു, ഈ എന്താ പറയുക, ഈ കഴുത്ത് വേദന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾക്കൊന്നും നമ്മൾ ഡോക്ടറെ പോയി കാണേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് വീട്ടിലിരുന്നിട്ട് ചൂട് പിടിക്കുക, അങ്ങനത്തെ വീട്ടിൽ വെച്ചിട്ട് ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ മതി. ഒരുപാട് എല്ലാ കാര്യത്തിനും ഈ ഒരുപാട് മരുന്ന് കഴിച്ച് അല്ലെങ്കിൽ ഡോക്ടറെ പോയി കണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളൊരു സംഭവം പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ ഷാനവാസ് ഭയങ്കരമായിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, അനുമോൾ പറഞ്ഞു, ഡോക്ടർമാരൊക്കെ വെറുതെയാണ് മരുന്ന് കൊടുക്കുന്നത്, വെറും പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും മരുന്ന് എഴുതി കൊടുക്കുന്നത്, അങ്ങനെയൊക്കെ ആ രീതിക്കുള്ള കാക്കി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കുറേ നേരമൊക്കെ അനുമോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് എതിർത്ത് നിന്നു. പിന്നെ അനുമോൾ കരയാൻ തുടങ്ങി. അപ്പോൾ അനുമോളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് പുറത്തോട്ട് അനുമോൾക്ക് നെഗറ്റീവ് ആവുമെന്ന്, അതായത് ഡോക്ടേഴ്സിനെയൊക്കെ തരം താഴ്ത്തി പറഞ്ഞു എന്ന രീതിക്ക് പോവും എന്നൊക്കെ വിചാരിച്ചിട്ട് നെഗറ്റീവ് ആവുമെന്ന് വെച്ചിട്ടാണ് അനുമോളുടെ ടെൻഷൻ. ഇത് മാത്രമല്ല, അവിടെ ഓൾറെഡി ഒരു ഡോക്ടർ ഉണ്ട്, നമ്മുടെ ബിന്നി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡോക്ടറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എതിരായിട്ട് സംസാരിച്ച പോലെ ആവുമല്ലോ. അപ്പോൾ ഇല്ലാത്തത് പറഞ്ഞ് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഷാനവാസിനോട് ഭയങ്കര കരച്ചിലായിരുന്നു. ആക്ച്വലി ഇത് കരയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഈ ഒരു ഡയലോഗ് പറഞ്ഞാൽ മതി. എന്താ പറയുക, ഡോക്ടേഴ്സ് ആണെങ്കിലും അവരും എന്താണ് എല്ലാവരും പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ജോലി ചെയ്യണത് അല്ലേ, അല്ലാതെ വെറും സാമൂഹ്യ സേവനം അതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. ഡോക്ടർമാരായാലും വക്കീലുമാരായാലും അല്ലെങ്കിൽ മാഷുമാരായാലും ഒക്കെ എല്ലാവരും ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ജോലി എടുക്കുന്നതിൻ്റെ കാര്യം പണം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അത് പറഞ്ഞാൽ മതിയിരുന്നോ, എന്താ ഡോക്ടർമാർ പണം ഉണ്ടാക്കാനല്ലേ, എന്താ ഡോക്ടർമാർക്ക് പണം ഉണ്ടാക്കിയ എന്താ വിഷയം എന്താ? അപ്പോൾ ആ ഒരു രീതിക്ക് നിന്നിരുന്നെങ്കിൽ അതങ്ങോട്ട് പോയാനേ. അതല്ലാതെ അനുമോളപ്പത്തേക്ക് ആകെ ടെൻഷനായി. അനുമോൾ പുറത്ത് അതാണ് ടെൻഷൻ, വേറെ ഒന്നുമല്ല, നെഗറ്റീവ് ആവും എന്ന രീതിക്ക് പുള്ളിക്കാരെ അങ്ങോട്ട് ഭയങ്കര കരച്ചിൽ തുടങ്ങി. ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോഴേ പറഞ്ഞാണ് അച്ഛനും അമ്മയോട് ഞാൻ കരയില്ല എന്ന് പറഞ്ഞാണ്, പക്ഷേ എനിക്ക് ചില സമയങ്ങളിൽ ഞാൻ മനുഷ്യനാണ്, ഞാൻ കരയും, ഞാൻ ദേഷ്യപ്പെടും, ഞാനൊരു സാധാരണ മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞാൽ അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ ഇതാണ്. അപ്പോൾ അത് ഷാനവാസ് വന്നിട്ട് പിന്നെ അത് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് ഷാനവാസിനോട് ചോദിച്ചു, നിങ്ങൾ അത് പറഞ്ഞാൽ കറക്റ്റാണോ, അനുമോൾ അത് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല, അനുമോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഷാനവാസിനോട് പോയിട്ട് മറ്റേ ഡോക്ടർ പിന്നിയൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അനുമോളിൻ്റെ കരച്ചിലിൻ്റെ ആ ഒരു സംഭവം കേട്ടോ, ഇതാണ് ഉണ്ടായിട്ടുള്ളൂ. നെക്സ്റ്റ് വന്നിട്ട് ഷാനവാസ് ഇക്ക ഭയങ്കര കെയറിങ് ആണ് കേട്ടോ. പുള്ളി വീണ്ടും പോയിട്ട് നമ്മുടെ ജസലിൻ്റെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, അതായത് ഉപദേശം പുള്ളിക്കാരുടെ വസ്ത്രധാരണത്തിനെ കുറിച്ചിട്ട്. അത് ഡയറക്റ്റായിട്ട് എനിക്ക് നിൻ്റെ വസ്ത്രധാരണ ഇഷ്ടമല്ല, ശരിയല്ല, ഇതൊന്നുമല്ല പറയണത്, അത് നേരെ പ്രേക്ഷകരുടെ തലയിലോട്ട് ഇട്ട് കൊടുത്തിട്ടാണ് പുള്ളി പറയണത്. അതായത് ഇവിടെ കേരളത്തിൻ്റെ പൾസ് നിനക്ക് അറിയില്ല, ശരിക്കും പറഞ്ഞാൽ ഇത് നിനക്ക് നെഗറ്റീവായിട്ട് വരും. അതായത് നിൻ്റെ ഈ വസ്ത്രധാരണം മാറ്റിയിട്ടില്ലെങ്കിൽ ഇത് നാളെ നിനക്ക് പണിയായിട്ട് വരും, നിൻ്റെ നന്മയെ കരുതിയിട്ടാണ് ഞാൻ പറയണത്, ഇങ്ങനെയൊക്കെയാണ് പറയണത്. ഇത് ശരിക്കും പുള്ളി പറയുകയാണെങ്കിൽ ഇത് പുള്ളിയുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒന്നാമത് ഈ ജസൽ എന്ന് പറഞ്ഞ ആളെ നമ്മളൊരു മലയാളി കുട്ടിയായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല ആരും, ആ ഒരു ഹിന്ദിക്കാരിയായിട്ടാണ്. കാരണം ആ ലുക്കും അങ്ങനെയാണ്, പുള്ളിക്കാരി അവിടെ വളർന്ന ഒരാളായതുകൊണ്ടും ഒരു മലയാളി കുട്ടിയുടെ ലുക്കൊന്നും പുള്ളിക്കാരിക്കില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയെ നമ്മുടെ കേരളത്തിലൊരു കുട്ടിയായിട്ടേ ആരും കൺസിഡർ ചെയ്യുന്നില്ല, ഒരു ഹിന്ദിക്കാരി മോഡൽ എന്ന രീതിക്കാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വസ്ത്രധാരണത്തിനെ ആരും നെഗറ്റീവായിട്ട് പറയും. കാരണം കമൻറ്റ് ബോക്സ് ഒക്കെ നോക്കിയാലും കാണാം, ആരും നെഗറ്റീവായിട്ട് പറഞ്ഞു, നെഗറ്റീവ് മുഴുവൻ പറയുന്നത് നമ്മുടെ ഷാനവാസിനെയാണ്.
മലയാളികളുടെ ഒരു എന്താ പറയുക, അവർക്കൊരു കുറച്ച് ചട്ടക്കൂടുകളുണ്ട്. അതായത് മലയാളി കുട്ടികൾ ഇങ്ങനെയൊക്കെ നടക്കാൻ പാടുള്ളൂ, ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്യാൻ പാടുള്ളൂ, മലയാള തനിമയുള്ള കുട്ടികൾ മാത്രം കേട്ടോ. ഇതിപ്പോൾ ഇവർക്ക് ഒരു ഹിന്ദി ലുക്ക് ആയതുകൊണ്ട് അത് വിഷയമാവില്ല. നേരെ മറിച്ചിപ്പോൾ അവിടെയുള്ള അനുമോളോ അല്ലെങ്കിൽ നമ്മുടെ രേണുസുതിയൊക്കെ ആണെങ്കിൽ എൻ്റെ മുന്നോ ഭയങ്കരമായിട്ട് അത് അഫക്റ്റ് ചെയ്യും, ഉറപ്പുള്ള കാര്യമാണ്. പക്ഷേ രേണുസുധീൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം രേണുസുധീനെ എന്ത് ചെയ്താലും കുറ്റമാണ്. രേണുസുധി ഇപ്പോൾ അവിടെ ഫുൾ സാരി കൊടുത്തിട്ടാണ് നടക്കുന്നത് വെച്ചാൽ പറയും, ഓ ഇവൾ അവിടെ പോയിട്ട് വോട്ടിന് വേണ്ടി ഡ്രാമ കളിക്കുകയാണ്. ശരിക്കും ഇവളുടെ ഇവിടുത്തെ ഡ്രസ്സിങ് നമ്മൾ കണ്ടതല്ലേ, അവിടെ പോയിട്ട് വലിയ നൻപമ്പരം കളിക്കുക എന്ന് പറയും. ഇനിയിപ്പോൾ അങ്ങനെ അല്ലാതെ മോഡേൺ ഇട്ട് നടന്നാൽ അതിനും കുറ്റം പറയും. അപ്പോൾ രേണുസുധീൻ്റെ കാര്യം നമ്മൾ എടുക്കണ്ട. മറ്റേ അനുമോളുടെ കാര്യമാണെങ്കിൽ അനുമോള് അല്ലെങ്കിൽ ബിന്നിയൊക്കെ അങ്ങനെ നടക്കുകയാണെങ്കിൽ ചിലപ്പം ഭയങ്കരമായിട്ട് അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇവർ ജസൽ ഇങ്ങനെ നടന്നു വെച്ചിട്ട് ആരും എന്തെങ്കിലും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇനി അതൊക്കെ പോട്ടെ, ഇത് ഇക്കയുടെ ഗെയിമാണെങ്കിൽ നല്ല ഗെയിമാണ് ഷാനവാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ ആ ഒരു ഡയലോഗ് തന്നെ ഈ ജസൽ കുറേയൊക്കെ ഈ പറയുന്ന ഷാനവാസിൻ്റെ കൂടെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അതായത് ഈ മനുഷ്യൻ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ട് ജസലിന്. അപ്പോൾ അത് അവരുടെ ആ ലാസ്റ്റത്തെ ആ ഒരു ടാസ്ക് കണ്ടാലേ അറിയാം, ഷാനവാസിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടാണ് ജസൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഗെയിം ആണെങ്കിൽ പുള്ളിക്കാരുടെ ഗെയിം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള കണ്ടസ്റ്റൻറ്റിനെയൊക്കെ നമ്മുടെ ഭാഗമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നോമിനേഷൻ ലിസ്റ്റിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടും അല്ലേ. നോമിനേഷൻ ലിസ്റ്റിൽ അങ്ങനെ വരില്ല. അങ്ങനെ നോമിനേഷൻ ലിസ്റ്റിൽ വന്നാൽ മാത്രമേ നമുക്ക് ഔട്ടാക്കുക എന്നുള്ള പരിപാടി നടക്കുള്ളൂ. നോമിനേഷൻ ലിസ്റ്റിലേ വരാതിരുന്നാൽ എങ്ങനെ ഔട്ടാക്കാനാണ്? അപ്പോൾ അങ്ങനെ പറഞ്ഞു അവിടെയുള്ള ആൾക്കാരെയൊക്കെ അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് സ്വന്തം ഭാഗമാക്കി വെച്ചിട്ട് അങ്ങനെയുള്ളൊരു ഗെയിമാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നല്ല പക്ക ഗെയിമാണ് ഷാനവാസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയേണ്ടി വരും. അടുത്തൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ അപ്പാനി ശരത്ത് പോയിട്ട് നമ്മുടെ ജസലിനെ പോയിട്ട് നല്ല രീതിക്ക് ചൊറിയുന്നുണ്ട്, പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ മേക്കപ്പ് ഇട്ട് ഇവിടെ അങ്ങനെ ഇരിക്കാൻ വേണ്ടി മാത്രമാണോ, നിങ്ങൾ ഒരു കാര്യത്തിലും ഇടപെടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജസലിനെ പോയിട്ട് ഭയങ്കരമായി ചൊറിയുന്നുണ്ട്. അപ്പോൾ ജസലാണെങ്കിൽ മറുപടി പറയുന്നുണ്ട്, ഞാൻ ഇവിടെ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് എന്താ പറയുക ഇങ്ങനെ എല്ലാ കാര്യത്തിലും പോയിട്ട് ഇടപെടേണ്ട. അത് കറക്റ്റാണ് പറയുന്നത്, എല്ലാ കാര്യത്തിലും പോയിട്ട് ഇടപെടേണ്ട ആവശ്യം എന്താ, നമുക്ക് ഓക്കെ ആണ് എന്ന് തോന്നുന്ന കാര്യത്തിൽ മാത്രം ഇടപെട്ടാൽ പോരെ, അല്ലാതെ എല്ലാവരുടെ കാര്യത്തിലും പോയിട്ട് എല്ലാ വിഷയത്തിലും പോയി ഇടപെട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ജസൽ അങ്ങനെ പറഞ്ഞെങ്കിലും അതിനുശേഷം ജസൽ ഭയങ്കരമായി ആക്റ്റീവായിട്ടോ. ജസൽ നല്ല രീതിക്ക് കയറി വരുന്നുണ്ട്, നല്ല പ്രസൻസ് ഉണ്ട് ആൾക്ക്. ഇപ്പം തന്നെ നമ്മൾ എടുക്കുകയാണ് ലേഡീസ് കണ്ടസ്റ്റൻസിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിട്ട് ജസൽ മാറിയിട്ടുണ്ട്. നല്ല രീതിക്ക് പുള്ളിക്കാരി കളിക്കുന്നത്. ഈ രീതിക്ക് പോവുകയാണെങ്കിൽ കുറേ കാലം അവിടെ നിൽക്കാനുള്ള എല്ലാ സാധ്യതയും ജസലിന്. നെക്സ്റ്റ് വന്നിട്ട് പണിപ്പുര ടാസ്ക് ആയിരുന്നു. ഇതെന്താണെന്ന് വെച്ചാൽ ഈ പണിപ്പുര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ ഈ ലക്ഷറി സാധനങ്ങൾ ഐറ്റംസ് എല്ലാം വെച്ചിട്ടുള്ളത്. ഫുഡ് ഐറ്റംസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡ്രസ്സ് ഓർ മേക്കപ്പ് സാധനങ്ങൾ എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കത് പോയിട്ട് എടുക്കാം. പക്ഷേ കുറച്ച് ചില ഉപാധികളുണ്ട്. അതായത് ബിഗ് ബോസ് കുറച്ച് പേപ്പർ ബിറ്റിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് പോയിട്ട് സെലക്ട് ചെയ്യണം നമ്മൾ. അതിലെന്താണെന്ന് വെച്ചാൽ ഇവരെ എടുത്തപ്പോൾ കിട്ടിയത് 16 സെക്കൻഡ് കൊണ്ട് 575 പോയിന്റിനുള്ള സാധനങ്ങളെ ഇവരെടുക്കാൻ പാടുള്ളൂ. അത് പോയിന്റ് കവിയാനും പാടില്ല, ഒപ്പം തന്നെ ടൈമിൻ്റെ അകത്ത് ചെയ്യും വേണം എടുക്കാം. അപ്പോൾ എടുക്കാനായിട്ട് പോകുന്ന ആരാന്ന് വെച്ചാൽ നമ്മുടെ ആദില, അന്നൂറ ആൻഡ് അക്ബറാണ്. പക്ഷേ തോറ്റ് തുന്നാൻ പാടിയ ഒരു ടാസ്ക്കാണ്. അവർ പോയിട്ട് അവിടെ പോയിട്ട് കുറേ സാധനങ്ങൾ വലിച്ചു വാരിയെടുത്തു. യാതൊരു പ്ലാനിങ്ങോ ഒന്നും ഇല്ലാണ്ടാണ് പോയി എടുത്തത്. എന്താണെന്ന് വെച്ചാൽ അതും ടൈമിൻ്റെ അകത്ത് തീർക്കാനും ഇവർക്ക് പറ്റിയില്ല. 16 സെക്കൻഡിൽ കവിഞ്ഞു പോയി. ഇവർ സാധനങ്ങൾ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ 16 സെക്കൻഡ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പുറത്ത് കൊണ്ടുവന്ന സാധനങ്ങൾക്ക് ഒരു ബാസ്ക്കറ്റിൽ കൂടെ ആയിട്ടുണ്ടായിരുന്നു. അതിനൊന്നും അവർക്ക് ടൈം കിട്ടിയില്ല. അപ്പോൾ എന്ത് ചെയ്തു, ബിഗ് ബോസ് പറഞ്ഞു ഈ ടാസ്കിൽ നിങ്ങൾ ജയിച്ചിട്ടില്ല, തോറ്റുപോയി, അതുകൊണ്ട് നിങ്ങൾ ഈ എടുത്ത സാധനങ്ങളെല്ലാം അവിടെ തന്നെ കൊണ്ടുപോയിട്ട് വയ്ക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഇവർ യാതൊരു പ്ലാനിങ് എക്സിക്യൂഷൻ ഇല്ലാണ്ട് പോയതുകൊണ്ട് മാത്രം പറ്റിയൊരു സംഭവമാണിത്. നല്ല രീതിയിൽ തിളങ്ങാൻ പറ്റുന്നൊരു ടാസ്ക് ആയിരുന്നു. പക്ഷേ അവർ കൊണ്ടുപോയിട്ട് കുളമാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ടൈമിൽ തീർത്തെങ്കിൽ പോലും സാധനങ്ങൾ പോയിന്റിൽ കൂടുതൽ സാധനങ്ങൾ ഇവരെടുത്തില്ല, എന്നാലും കൊണ്ടുപോയിട്ട് വെക്കേണ്ട സ്ഥിതിയായിരുന്നു. അപ്പോൾ ഇത് തുടക്കമല്ലേ, ഇതൊക്കെ സംഭവിക്കാം. കാരണം നമ്മൾ ഇവിടെ ഇരുന്ന് പറയണ മാതിരിയല്ലോ, അവിടെ കളിക്കുമ്പോൾ വേറെ രീതിക്കാണല്ലോ. അപ്പോൾ അതിൽ അവർ തോറ്റുപോയി. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം അവർ തിരിച്ചു കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു പണിപ്പുര ടാസ്ക്. നെക്സ്റ്റ് വന്നിട്ട് കുറേ സാധനങ്ങൾ നമ്മുടെ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, ഈ പറയുന്ന യൂണിഫോമൊക്കെയാണ്. മിക്കവാറും യൂണിഫോം, ഡ്രസ്സും കുറച്ച് ടവൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇവർക്കൊന്നും ഇവരുടെ പെട്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല, ഇപ്പോഴും പെട്ടി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവർക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ യൂണിഫോമാണ്. അപ്പോൾ ഈ യൂണിഫോം കണ്ടിട്ട് നമ്മുടെ നെവിൻ ഭയങ്കരമായിട്ട് വളം. ഇത് എന്തൊരു സംഭവമാണ്, ഒരു കളർഫുൾ വെറും കുട്ടികളുടെ യൂണിഫോം, ഒരു ചെക്കായിട്ടുള്ള ഷർട്ടും ഒരു നിക്കറുമാണ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും കുട്ടികളുടെ യൂണിഫോം പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ ഇപ്രാവശ്യം ബിഗ് ബോസ് കുറച്ച് കടുപ്പാണ് കേട്ടോ. തുടക്കം തന്നെ കടുപ്പാണ്. കാരണം ഇതൊക്കെ അവരെ മെൻ്റലി ഭയങ്കരമായിട്ട് തളർത്തുന്നുണ്ടാവും. കാരണം നമ്മളിപ്പോൾ ഒരു ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര അടിപൊളി ഡ്രസ്സൊക്കെ കൊണ്ടിട്ടായിരിക്കും പോവുക. ഡ്രസ്സും അതിൻ്റെ ആക്സസറീസും മേക്കപ്പ്സ്, എസ്പെഷ്യലി ലേഡീസ് ഭയങ്കര നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാം അല്ലേ, ആൾക്കാർ കാണുന്നില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ കരുതി പല ഡ്രസ്സും പർച്ചേസ് ചെയ്തിട്ടൊക്കെയും പോകും. അവിടെ ചെല്ലുമ്പോൾ ഈ ഒരു യൂണിഫോം അല്ലാണ്ട് വേറെ ഒന്നും ഇടാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കടുപ്പാണ്.
അല്ല, അങ്ങനെയാണ് വേണ്ടത്. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഈസി ആയിട്ട് ആർക്കും ജയിച്ചു പോരുന്ന ഒരു സംഭവമായിട്ട് മാറരുത്. നല്ല രീതിക്കുള്ള ഇതുപോലത്തെ പണികൾ, ഇതൊക്കെ അവരെ മെൻ്റലി തളർത്തുന്ന സംഭവങ്ങളാണ്. അത് മാത്രമല്ല, തുടക്കത്തിൽ തന്നെ ഈ ഫിസിക്കൽ അറ്റാക്കുള്ളൊരു ഗെയിമൊക്കെയാണ് അങ്ങ് കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഇവർ ആകെ മെൻ്റലി ഫിസിക്കലി പ്രഷറിലായിട്ട് മാറിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അത് മാത്രമല്ല, ഈ ആദ്യം തന്നെ ഈ ഫിസിക്കൽ അറ്റാക്കൊക്കെ കൊടുക്കുമ്പോൾ ഇവർ തമ്മിൽ തുടക്കത്തിലൊക്കെ പോയിട്ട് ഭയങ്കര കമ്പനി ആവുന്നതും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആവുന്നതും കുറയും. കാരണം ഫസ്റ്റ് തന്നെ ഇങ്ങനെ നമുക്കുള്ള സാധനത്തിന് വേണ്ടി നമ്മൾ കിടന്ന് പൊരുതണം, മറ്റുള്ളവരോട് ഒരു കോമ്പറ്റീഷനാണല്ലോ വരുന്നത് തുടക്കം തന്നെ. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇത് കൊടുക്കുമ്പോൾ ഇവർ തമ്മിൽ ഇപ്പോഴും അതേ ആരും തമ്മിൽ വലിയ അറ്റാച്ച്മെൻറ്റും ബോണ്ടും ഒന്നും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതൊരു നല്ല കാര്യമാണ് കേട്ടോ. കാരണം മറ്റങ്ങനെ കുറേ പെങ്ങൾ പാസം, അനിയത്തിക്കുട്ടി, മറ്റേത് മറിച്ചതെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരൊന്നും തമ്മിലുള്ള ആ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റേ ഉണ്ടാവില്ല ഇവർക്ക് കുറച്ച് കഴിഞ്ഞാൽ. ഇങ്ങനെ ഒരു കമ്പനി ആയിട്ടിരുന്ന് വർത്താനം പറയുക, ഇതൊക്കെ തന്നെയാണ്. ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ, ഭയങ്കരമായ ഓരോരുത്തരും തമ്മിൽ ഇങ്ങനെ കോമ്പറ്റീഷൻ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം തന്നെ ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഒരുപാട് നല്ല കഠിനമായ ഗെയിമുകളും കഠിനമായിട്ടുള്ള ഇതുപോലത്തെ ഫിസിക്കലി മെൻ്റലി തളർത്തുന്ന കാര്യങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തിൽ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് കുറേ മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് നല്ല പണി കിട്ടുന്ന ടാസ്ക് തന്നെയാണ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ 4 പേരെ അവർ തിരഞ്ഞെടുക്കണം. കണ്ടസ്റ്റൻസ് എല്ലാവരും കൂടെ തിരഞ്ഞെടുത്തിട്ട് അവർ ഗാർഡൻ ഏരിയയിൽ പോയിട്ട് ഇരിക്കണം. അവർക്ക് ഉള്ളിൽ വന്നിട്ട് സോഫയിൽ ഇരിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ പോയിട്ട് ബെഡിൽ കിടക്കാനോ അതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഗാർഡൻ ഏരിയയിൽ അവർക്കൊരു കട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തായിട്ടും അതുമലായിട്ടും ജീവിച്ചോളണം ഈ ടാസ്ക് തീരുന്നവരെ ഈ 4 പേരും. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കട്ടിൽ ആരെങ്കിലുമൊക്കെ കിടക്കണം. ഒരു നിശ്ചിത സമയം വരെ എല്ലാവർക്കും പുറത്തൊക്കെ ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു ടൈം കഴിഞ്ഞാൽ ഒരാൾ കട്ടിലിൽ കയറി കിടക്കണം. ആ കട്ടിലിൽ കയറി കിടക്കുന്ന ആൾ ഉറങ്ങിപ്പോയാൽ മറ്റുള്ള കണ്ടസ്റ്റൻസ് എടുത്തു കൊണ്ടുപോയിട്ട്, അതായത് ഈ ഉറങ്ങണേൻ്റെ ഇടയ്ക്ക് ഇയാൾ അറിഞ്ഞിട്ടേ ഇല്ലെങ്കിൽ ഇവരെടുത്തു കൊണ്ടുപോയിട്ട് ഡേഞ്ചർ സോണിൽ കൊണ്ടുപോയിട്ട് കിടത്തിക്കഴിഞ്ഞാൽ അയാൾ ബിഗ് ബോസ് ഹൗസിൽ നിന്നേ ഔട്ടാണ്. അതാ ഞാൻ പറഞ്ഞ അത്യാവശ്യം മെൻ്റൽ പ്രഷർ കൊടുക്കുന്ന കട്ടിയായിട്ടുള്ള ഗെയിമുകൾ തന്നെയാണ് ഇപ്രാവശ്യം ബിഗ് ബോസ് അങ്ങനെ തുടക്കം മുതലേ കൊടുക്കുന്നത്. അല്ലാണ്ട് നഴ്സറി ഗെയിം പോലത്തെ സംഭവങ്ങളൊന്നും ഇപ്രാവശ്യം കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതിലോട്ട് സെലക്ട് ആയത് നമ്മുടെ ഷാനവാസ്, ജസൽ, പിന്നെ നമ്മുടെ RJ ബിൻസി, പിന്നെ ശൈത്യ, ഈ 4 പേരുമാണ് ഈ പറയുന്ന ഗാർഡൻ ഏരിയയിൽ പോയിട്ട് ഇരിക്കേണ്ടത്. അപ്പോൾ അവർ കുറേ നേരം അവിടെ ഈ കട്ടലിൻ്റെ ചുറ്റും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ടായിരുന്നു ഇനി ഇത്രയും നേരം പുറത്തിരിക്കാൻ പറ്റില്ല, ആരെങ്കിലും കട്ടലിൻ്റെ മുകളിൽ കയറി കിടക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ കട്ടലിൻ്റെ മുകളിൽ കയറി കിടന്ന് ഉറങ്ങിപ്പോയാൽ, ബോധമില്ലാതെ ഉറങ്ങിക്കഴിഞ്ഞാൽ എടുത്തു കൊണ്ടുപോയിട്ട് അറിഞ്ഞില്ലെങ്കിൽ പണിയാണ്. അപ്പോൾ ഇവർ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 3 പേര് കിടന്നുറങ്ങുക, ഒരാൾ കാവലിരിക്കുക. അതായത് ആരെങ്കിലും എടുത്തു കൊണ്ടുപോകുമ്പോൾ അവരെ തടയാൻ വേണ്ടിയിട്ട് ഒരാൾ കാവലിരിക്കുക, പിന്നെ അടുത്ത ആൾ കാവലിരിക്കുക, ഈ പറഞ്ഞ ആൾ കിടന്നുറങ്ങുക. ഇതാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷാനവാസ് അവിടെ കട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്, നമ്മുടെ ജസൽ അവിടെ കണ്ണും നട്ട് കാവലിരിക്കുന്നുണ്ട് നമ്മുടെ ഷാനവാസിനെ എടുത്തു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എപ്പിസോഡ് 3 നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ടാസ്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് എപ്പിസോഡ് 4 കാണാം. അപ്പോൾ അതുവരെ ബൈ.